ജമ്മു കാശ്മീരിലെ ആർഎസ്പുരയിൽ പാക് ഷെല്ലാക്രമണത്തിൽ 8 BSF ജവാന്മാർക്ക് പരിക്കുണ്ട് എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. ഷെല്ലാക്രമണം അജീഷ് ജയകുമാർ ചെയ്യുന്നു. അജീഷ്, ഷെല്ലാക്രമണം അപ്പോൾ ഇപ്പോഴും ആ മേഖലയിൽ തുടരുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. പരിക്കേറ്റ BSF ജവാന്മാരുടെ ആരോഗ്യനില എങ്ങനെയാണ് അജീഷ്? ഹാഷ്മി, ഈ അതിർത്തി മേഖലകളിൽ ഇപ്പോഴും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഷെല്ലാക്രമണം. കനത്ത ഷെല്ലാക്രമണം തന്നെ അതിർത്തി പ്രദേശങ്ങളിലുണ്ട്. ഇന്ന് ആർഎസ്പുരയിൽ ഉണ്ടായ പാക് ഷെല്ലാക്രമണത്തിൽ 8 BSF ജവാന്മാർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർക്കെല്ലാം തന്നെ വൈദ്യസഹായം എത്തിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഇന്ന് രാവിലെയും ഇന്നലെ ഉണ്ടായ ഒരു ആക്രമണത്തിൽ ഇന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടത്. അത് രജൌരി ജില്ലയിലായിരുന്നു. അവിടുത്തെ ജില്ലാ ഡെവലപ്മെന്റ് ഓഫീസറായിട്ടുള്ള രാജ്കുമാർ ഥാപ്പയായിരുന്നു മരിച്ചത്. എന്തായാലും ഈ ഭാഗത്ത് പാകിസ്ഥാന്റെ കനത്ത ഷെല്ലാക്രമണം തുടരുകയാണ്. ഇന്ന് ഏറ്റവും പുതുതായിട്ട് വരുന്നതാണ് 8 പാക് BSF ജവാന്മാർക്ക് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ആർഎസ്പുരയിലെ പാക് ഷെല്ലാക്രമണത്തിൽ 8 BSF ജവാന്മാർക്ക് പരിക്കേറ്റു എന്നതാണ് ഇപ്പോൾ വരുന്ന സങ്കടകരമായ വാർത്ത. ജമ്മുവിൽ ഷെല്ലാക്രമണം ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ ജനവാസ മേഖലയിലൊക്കെ വല്ലാത്ത രീതിയിൽ ഷെല്ലാക്രമണം നടത്തുകയും അവിടുത്തെ വീടുകൾക്കൊക്കെ ഭീകരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ ആ മേഖലയിൽ നിന്നൊക്കെ ആളുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഒഴിഞ്ഞുപോയെന്നാണ് ബൽറാം നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഒഴിഞ്ഞുപോയത് കാരണമാണ് ഇപ്പോൾ ജീവഹാനിയെക്കുറിച്ചുള്ള വാർത്തകൾ വരാത്ത. നല്ല ഭാഗ്യം, അത്രയും ജീവഹാനി ഒഴിഞ്ഞിരിക്കും. പക്ഷേ 16 പേരെ കൊന്നൊടുക്കിയതാണ് ഷെല്ലാക്രമണത്തിൽ. അതിൽ 2 കുട്ടികളടക്കം ആദ്യ ദിവസങ്ങളിൽ ഷെല്ലാക്രമണത്തിൽ സംഭവിച്ചതാണ്. പക്ഷേ അതിർത്തി മേഖലകളിൽ രൂക്ഷമായ ഷെല്ലാക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട്. ആർഎസ്പുരയിലെ ഷെല്ലാക്രമണത്തിലാണ് 8 BSF ജവാന്മാർക്ക് പരിക്ക്. ആ പരിക്ക് കുറച്ച് ഗുരുതരമാണ് എന്നുകൂടി അജീഷ് ജയകുമാർ പറയുന്നു. അഞ്ചരയുടെ വാർത്താ സമ്മേളനത്തിന് വേണ്ടി ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കണം. അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, ഇന്നിപ്പോൾ 2ാമത്തെ വാർത്താ സമ്മേളനമാണ്. പിന്നെയും ചില പ്രധാനപ്പെട്ട പാക് വ്യോമത്താവളങ്ങൾ പാക് വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു എന്ന കാര്യവും കേൾക്കുന്നുണ്ട്. അപ്പോൾ അച്യുതൻ, അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളടക്കം 5ാം വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കാവോ? ഹാഷ്മി, തീർച്ചയായിട്ടും ആ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരം അത് ജനങ്ങളെ അറിയിക്കുക, ഒപ്പം തന്നെ അത് തെളിവോടുകൂടി അറിയിക്കുക എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടത്. ഇന്നലെ ഈ ഒരു ആക്രമണം പാകിസ്ഥാൻ നടത്തിയതിനു ശേഷം അവർ നിരവധി ഇന്ത്യയുടെ താവളങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ തകർത്തതായുള്ള അവകാശവാദം ഉന്നയിക്കുകയും അത്തരം വ്യാജ പ്രചാരണങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അതിന് കൃത്യമായി മറുപടി നൽകിക്കൊണ്ടാണ് ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനം നടന്നത്. അതിൽ ദൃശ്യങ്ങൾ, അതായത് ഇവർ അവകാശപ്പെടുന്ന ഈ തകർത്തു എന്ന് അവകാശപ്പെടുന്ന സൈനിക കേന്ദ്രങ്ങളുടെ എല്ലാം നിലവിലെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ്, അവിടുത്തെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് തെളിവ് നിരത്തി ഇന്ത്യ അതിനെ ഖണ്ഡിച്ചത്. അതുകൊണ്ട് കൃത്യമായ തെളിവോടുകൂടി എവിടെയൊക്കെയാണ് പാകിസ്ഥാനിൽ തിരിച്ചടിച്ചത് അതിന് ഇന്ത്യക്ക് തെളിവുണ്ട്, ഇന്ത്യയുടെ പക്കൽ തെളിവുണ്ട്. ആ തെളിവ് മുന്നോട്ട് വച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ കാര്യങ്ങളെല്ലാം, സൈനിക നടപടികൾ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിക്കുക. ഏറെ ശ്രദ്ധേയമാവുന്നതും ഗൗരവത്തോടു കൂടിയും കാണേണ്ട ഒരു സംഭവം എന്നുള്ളത് ഈ കഴിഞ്ഞ 3 വാർത്താ സമ്മേളനങ്ങളിലും ആവർത്തിക്കുന്നൊരു കാര്യം ഈ സാധാരണ ജനങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നു എന്നതാണ്. കാരണം ഇതിൽ കൂടുതൽ മേഖലകൾ, ഈ ഇന്നലെ മാത്രം 26 കേന്ദ്രങ്ങളിലാണ് ഈ ഡ്രോണും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിനായി പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ആ 26 ഇടങ്ങളിൽ കൂടുതലും ജനവാസ മേഖലകളാണ്, ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളാണ് ഈ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഉദ്ദേശം രാജ്യത്ത് ഇത്തരത്തിൽ സാധാരണ ജനങ്ങളെ, ഇന്ത്യയുടെ സാധാരണ ജനങ്ങളെ ആക്രമിക്കുക, അതിൽ ഒരു ഭീതി സൃഷ്ടിക്കുക എന്നതാണ്. പക്ഷേ അത് ഇന്ത്യൻ സൈന്യം, നമ്മുടെ സേനയുടെ സംവിധാനങ്ങൾ അതിനെ കൃത്യമായി തന്നെ പാകിസ്ഥാൻ അത്തരം ഉദ്ദേശങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നു എന്നതാണ്. അതുകൊണ്ട് പാകിസ്ഥാന് അവകാശപ്പെടാൻ മാത്രം ഒന്നും തന്നെ ഇല്ല. ഈ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറയുമ്പോഴും അത് പാകിസ്ഥാന് തെളിവില്ല, ചുമ്മാ വെറുതെ പറയുന്ന വാദങ്ങളായി മാറുന്നു. എന്നാൽ ഇന്ത്യക്ക് എല്ലാ പക്കലും എല്ലാ തെളിവുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഈ കഴിഞ്ഞ നാളുകളിൽ അത്രയും നടത്തിയിട്ടുള്ള സൈനിക നടപടികളുടെ തെളിവ് ഇന്ത്യയുടെ പക്കലുണ്ട്. എന്തായാലും വൈകിട്ട് ഒരു വാർത്താ സമ്മേളനമുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ മണിക്കൂറിലെ സൈനിക നടപടി സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ അതിലുണ്ടാകും. ഹാഷ്മി.